അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗിഫ്റ്റ് നൽകുക ഇന്ന് വ്യാപകമാണ്. സ്റ്റുഡൻസ് ടീച്ചേഴ്സിന്, ശിഷ്യന്മാർ ഗുരുക്കന്മാർക്ക്, ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്ക്, സഹോദരങ്ങൾ പരസ്പരം, മാതാപിതാക്കൾക്ക് സന്താനങ്ങൾ, സന്താനങ്ങൾ മാതാപിതാക്കൾക്ക്, ഇങ്ങനെ എല്ലാ തലങ്ങളിലും ഇന്ന് ഗിഫ്റ്റ് നൽകൽ വ്യാപകമാണ്. വെഡ്ഡിങ് ആനിവേഴ്സറി, ഇങ്ങനെ വിവിധ പേരുകൾ പറഞ്ഞുകൊണ്ട് ഗിഫ്റ്റ് നടക്കുകയാണ്. ഈ ഗിഫ്റ്റുകൾ, ഈ ദാനമായി നൽകുന്നത് ഏതുവരെ വികസിച്ചു? വിവാഹം അന്വേഷിക്കുന്ന ആളുകൾ, അവർക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടു, തൃപ്തിപ്പെട്ടു, ഇനി അത് നിശ്ചയിക്കുക എന്ന ഒരു ചടങ്ങിലേക്ക് നീങ്ങുമ്പോൾ, ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാടുണ്ട്, അത് നമുക്ക് മറ്റു സമയത്ത് പറയാം. ആ ചടങ്ങിൽ വരെ എന്തെങ്കിലും ഒരു സ്വർണം ദാനമായി നൽകും, ഗിഫ്റ്റായി നൽകും. വളകളോ മാലകളോ മോതിരം നൽകും. നമ്മൾ ചോദിക്കാറുണ്ട്, അത് കൊടുത്തത് എന്തിനാണ്? ഭാവിയിൽ സ്ത്രീധനം കൊടുക്കുന്ന സമയത്ത് ഇത് അതിലേക്ക് ചേർക്കാൻ വേണ്ടി മുൻകൂർ തന്നെ കൊടുത്തതാണോ? ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. അതാണ് ഞാനിത് കൂട്ടിച്ചേർത്തത്. അതല്ല, ഗിഫ്റ്റായി നൽകിയതാണോ? പല രക്ഷിതാക്കളുടെയും മറുപടി, അല്ല, ഞങ്ങളത് ഉറപ്പിക്കാൻ വേണ്ടി നൽകി, ഞങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി നൽകിയതാണ്. ഉറപ്പിക്കാൻ വേണ്ടി നൽകിയതിൻ്റെ പേരെന്താ? ദാനധർമ്മം, ദാനമായി നൽകിയത്, ഗിഫ്റ്റായി നൽകിയത് എന്നാണോ? സ്ത്രീധനം എന്ന നിലക്ക് നൽകിയതാണോ? അല്ലെങ്കിൽ പല നിലക്കുള്ള ധർമ്മങ്ങളും ദാനങ്ങളുമുണ്ട്. ഏതിൽപ്പെട്ടതാണത്? നമ്മൾ അവിടെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഞാൻ ഇടയ്ക്ക് കയറി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. സത്യത്തിൽ ഇങ്ങനെയൊക്കെ നൽകുന്ന ഗിഫ്റ്റുകളുടെ ഭാഗത്തു കൂടെ നമ്മളിപ്പോൾ സഞ്ചരിക്കുക. ഈ നൽകുന്നത് ഗിഫ്റ്റാണെങ്കിൽ, വിവാഹത്തിലൊക്കെ നിശ്ചയം കഴിഞ്ഞ് കുറഞ്ഞ ദിവസം കഴിയുമ്പോഴേക്കും ആ വിവാഹം വേണ്ട വെക്കുന്ന സമ്പ്രദായം ഇന്ന് വ്യാപകമാണ്. നിക്കാഹിന് ശേഷം പോലും മംഗല്യ ചടങ്ങുകൾ നടക്കുന്നതിന് മുമ്പ് ത്വലാഖ് ചെല്ലുന്ന സമ്പ്രദായം ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ്. കാരണങ്ങൾ എന്തോ ആവട്ടെ, ഞാനതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇവിടെയൊക്കെ ഉറപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് നൽകുന്ന ഈ സ്വർണം നിങ്ങൾ തിരിച്ചു വാങ്ങാറുണ്ടോ? അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും പിണങ്ങുന്ന സമയത്ത് നൽകിയിരിക്കുന്ന ഗിഫ്റ്റ് തിരിച്ചു വാങ്ങാറുണ്ടോ? സുഹൃത്തുക്കൾ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാൽ ഗിഫ്റ്റായി നൽകിയത് തിരിച്ചു ചോദിക്കാറുണ്ടോ? അങ്ങനെ ഗിഫ്റ്റായി നൽകിയത് തിരിച്ചു ചോദിക്കുന്നതിൻ്റെ വിധി എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചൊരു ഹദീസ് എല്ലാവർക്കുമായി, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കായി ഗിഫ്റ്റുകൾ നൽകുകയും പിണങ്ങുന്ന സമയത്ത് തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്ന വല്ലാത്തൊരു ദുരന്ത ലോകം നാം ഇന്ന് കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഹദീസ് മാത്രം ഞാൻ ഈ സമയത്ത് മുന്നിൽ വെക്കുകയാണ്. അർ-റാജിഉ ഫീ ഹിബതിഹി കൽ കൽബി യർജിഉ ഫീ ഖൈഇഹി. ഗിഫ്റ്റ് നൽകിയതിലേക്ക് ആരെങ്കിലും മടങ്ങുന്നുവെങ്കിൽ, അതെനിക്ക് തിരിച്ചു തരണം, അതെനിക്ക് തിരിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരെങ്കിലും മടങ്ങുന്നുവെങ്കിൽ, ഭാര്യ ഭർത്താവിലേക്കോ ഭർത്താവ് ഭാര്യയിലേക്കോ, ഞാൻ നേരത്തെ പറഞ്ഞ ഗണത്തിൽപ്പെട്ട ആരെങ്കിലും തിരിച്ചു ചോദിക്കുന്നതിലേക്ക് പോയാൽ, കൽ കൽബി, നായയെപ്പോലെയാണ്, യർജിഉ ഫീ ഖൈഇഹി, ഛർദിച്ചതിലേക്ക് മടങ്ങുന്ന നായ എപ്രകാരമാണോ അതുപോലെയാണ് ആ സമ്പ്രദായം, ആ ശൈലി എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വരികൾ വിശദീകരിക്കേണ്ടതില്ല. എത്രമാത്രം വ്യക്തമായ ആശയ ആഴമുള്ളതാണിത്. സ്വർണം കൊടുക്കാം, സമ്പത്ത് കൊടുക്കാം, ഭൂമി കൊടുക്കാം, പലതും ദാനമായി കൊടുക്കാറുണ്ട്. കൊടുത്താൽ ഗിഫ്റ്റായി നൽകിയതാണോ? ഒരു പ്രശ്ന സമയത്തും തിരിച്ചു മേടിക്കാൻ പാടില്ല, അപകടമാണ്. കൊടുത്തത്, ഗിഫ്റ്റായി നൽകിയത് തിരിച്ചു മേടിക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് നൽകിയത് ഒരാൾക്ക് മാത്രമാണ്, പിതാവിന്. തൻ്റെ സന്താനങ്ങൾക്ക് നൽകിയത് ഗിഫ്റ്റായി നൽകിയതാണെങ്കിലും തിരിച്ചു മേടിക്കണമെന്ന് തോന്നിയാൽ തിരിച്ചു മേടിക്കാൻ അവകാശമുണ്ട്. മറ്റാർക്കും അതിന് അവകാശമില്ല. അവർ ഛർദിച്ചതിലേക്ക് മടങ്ങുന്ന നായയെപ്പോലെയാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ദേഷ്യം വരുന്ന സമയത്ത്, പിണക്കങ്ങൾ രൂപപ്പെടുന്ന സമയത്ത്, കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത്
നാം സ്വീകരിക്കുന്ന ചില സ്വഭാവങ്ങൾ നമ്മെ എങ്ങോട്ടെത്തിക്കുന്നു എന്ന് നാം ഒന്ന് ചിന്തിക്കണം. ഇൻഷാ അല്ലാഹ് തുടർന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.